ഇടവപ്പാതി അവസാനിച്ചപ്പോൾ മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ലഭിച്ച മഴയിൽ 9 മുതൽ 10% വരെ കുറവുള്ളതായി വിലയിരുത്തൽ. പസഫിക് സമുദ്രത്തിലെ എൽ നിനോ പ്രതിഭാസത്തിന്റെ സ്വാധീനമാണ് ഇടവപ്പാതിയുടെ ശക്തി കുറച്ചെന്നാണ് സൂചന. 2025 ഉയർന്ന മഴയാണ് ലഭിച്ചത്. ഇത്തവണ മഴയുണ്ടെങ്കിലും 2025 അപേക്ഷിച്ച് കുറവാണ്. ഔദ്യോഗികമായ കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. തുടക്കത്തിൽ ശക്തമായ മഴയോടെയാണ് ഇടവപ്പാതി എത്തിയതെങ്കിലും പിന്നീട് പല ഘട്ടങ്ങളിലും മഴ ദുർബലമായി. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് തുടങ്ങിയ വടക്കൻ ജില്ലകളിൽ പലയിടത്തും മഴ ശക്തമായി ലഭിച്ചപ്പോൾ മധ്യ തെക്കൻ കേരളത്തിൽ ഭൂരിഭാഗം ദിവസങ്ങളിലും മഴ മാറി നിൽക്കുകയോ വളരെ നേരിയ രീതിയിൽ മാത്രം പെയ്യുകയോ ചെയ്തു. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ പെയ്യുന്ന അതിതീവ്ര മഴ ചിലയിടങ്ങളിൽ ഉണ്ടായതൊഴിച്ചാൽ സ്ഥിരമായി ലഭിക്കേണ്ടിയിരുന്ന ശാന്തമായ മഴ കുറവായിരുന്നു. സംസ്ഥാനത്ത് ഈ ആഴ്ച മഴയുടെ തീവ്രത കുറയുമെന്നാണ് സൂചന. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിന്നലോട് കൂടിയ മഴ പെയ്തേക്കാം. കാറ്റിന്റെ വേഗവും കുറഞ്ഞിട്ടുണ്ട്. ഇടുക്കി വിഷൻ, കുമളി.